പ്രായം കുറയ്ക്കുകയായിരുന്നു. 90കളുടെ മധ്യത്തിൽ പോലും വളരെ സജീവമായി നിന്ന നേതാവാണ്. അത്തരം നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വിരളമാണ്. അത്തരം നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും VS-ന്റെ വേർപാടിനെ ആ രീതിയിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും ആ രീതിയിൽ കാണുന്നത്. കേരളത്തിലെ സമര സൂര്യൻ എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും. ആ സൂര്യനാണ് ഇന്ന് വൈകിട്ട് വലിയ ചുടുകാട്ടിൽ അസ്തമിക്കാൻ പോകുന്നത്. ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് സൂര്യോദയം ഉണ്ടെങ്കിൽ പോലും ആ സൂര്യൻ, അവരുടെ യഥാർത്ഥ സൂര്യൻ ഇന്ന് അസ്തമിക്കുകയാണ്. അവരുടെ വിപ്ലവ സൂര്യന്റെ അസ്തമയമാണെന്ന് അത് കണ്ണീരോടുകൂടി മാത്രമേ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ആലപ്പുഴയിലെ VS-ന്റെ ആരാധകർക്ക്, കേരളം മുഴുവനുള്ള VS-ന്റെ ആരാധകർക്ക്, അനുയായികൾക്ക് കാണാനാകൂ. അങ്ങനെ VS തെരഞ്ഞെടുപ്പ് രംഗത്തെ അദ്ദേഹത്തിന്റെ ഇടപെടൽ സൂചിപ്പിച്ചതാണ്. അത് 2016 വരെ, 2016 എന്ന് പറയുമ്പോൾ ആദ്യ EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ VS അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. ഏറ്റവും അധികം സീറ്റുകൾ അന്ന് ആ മുന്നണിക്ക് നേടിക്കൊടുത്ത നേതാവ് VS ആയിരുന്നു. അതിനുശേഷം ആദ്യ ഉപതെരഞ്ഞെടുപ്പ്, ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് നയിക്കാൻ പാർട്ടി നിയോഗിച്ചതും മറ്റാരെയുമായിരുന്നില്ല. 58-ലെ ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ റോഷമ പുന്നൂസിനെ വിജയിപ്പിക്കാൻ വേണ്ടി VS നടത്തിയ ഇടപെടലുകൾ, തന്ത്രങ്ങൾ, അത് പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ഇടതുമുന്നണി രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരായി, ഇടതുമുന്നണിയുടെ പ്രചരണത്തിന്റെ സെലിബ്രിറ്റി പ്രചാരകരായി VS നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് മറ്റാരെക്കാളും ആളുകൂടി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി മാറിയിരുന്നു VS. നേരത്തെ K കരുണാകരനും EK നാരായണനും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടിയെങ്കിൽ അതിനേക്കാൾ എത്രയോ ആളുകൾ VS-ന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടാറുണ്ടായിരുന്നു. VS ആയിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്നത് ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. VS-ന്റെ 2006-ലെ മന്ത്രിസഭയുടെ കാലത്തും 2011-ലും ഒക്കെ അദ്ദേഹത്തിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പക്ഷേ ആ എതിർത്ത നേതാക്കൾ പോലും VS-നെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കൊണ്ടുവരാൻ മത്സരിച്ചിരുന്നു. അവർ VS-നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആ രീതിയിൽ ആദരിച്ചിരുന്നു. അങ്ങനെയുള്ള VS ആണ് വിട പറയുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ എല്ലാവർക്കും VS-നെ വേണം. ഇടതുമുന്നണിയിലെ എല്ലാ മത്സരാർത്ഥികൾക്കും VS-നെ വേണം. പാർട്ടിയിലെ പിളർപ്പിന്റെ കാലത്ത് ഒട്ടും സംശയിക്കാതെ CPI കൗൺസിൽ ഇറങ്ങി വന്ന CPM രൂപീകരിച്ച നേതാവാണ്. എന്തുകൊണ്ട് ശക്തമായ ഉൾപാർട്ടി സമരങ്ങൾ വന്നപ്പോഴും അതേ VS-നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴും, തള്ളിപ്പറഞ്ഞപ്പോഴും, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ള നേതാവൻ പരിഹരിച്ചപ്പോൾ പോലും എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. VS-നെ കാത്ത് ലക്ഷങ്ങൾ അപ്പോഴും പുറത്തുണ്ടായിരുന്നു. VS ഒരു പുതിയ പാർട്ടി രൂപീകരിക്കണം. പക്ഷേ VS അതിനൊക്കെ നൽകിയ മറുപടി, ഞാൻ കൂടി മുൻകൈയെടുത്ത് രൂപീകരിച്ച പാർട്ടിയാണ്, എന്റെ പാർട്ടിയാണ്. ആ പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു പാർട്ടിയിലേക്ക് പോകാൻ തനിക്ക് കഴിയില്ല. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിന്ന VS-നാണ് ആ ആദരം ആ പാർട്ടി ഇപ്പോൾ നൽകുന്നത്. CPM-ന്റെ ഏറ്റവും ശക്തനായ നേതാവായി അദ്ദേഹത്തിനെ ഒരു കാലത്ത് എതിർത്തുന്നവർ പോലും ഉയർത്തിക്കാട്ടുന്നത് VS-നെയാണ്. VS-ന് ഏറ്റവും ഉചിതമായ യാത്രയപ്പ് നൽകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ നൽകുന്ന യാത്രയപ്പ്. ഒരുപക്ഷെ ഈ നമ്മൾ കാണുന്ന ഈ വീതികളിൽ കാണുന്ന, ഈ വഴിയോരങ്ങളിൽ കാണുന്ന ആൾക്കൂട്ടം CPM-ഓ ഇടതുമുന്നണിയോ കൊണ്ടുവന്ന ആളുകൾ മാത്രമല്ല. ഇന്നലെ രാത്രി പലയിടത്തും ഈ ഒറ്റപ്പെട്ട ഈ ദേശീയപാതയിൽ കടന്നു പോകുന്ന വഴി ഒറ്റപ്പെട്ട വീടുകൾ പോലും, അവിടെ നിന്ന് പോലും കുടുംബങ്ങൾ രാത്രി 12:30-ക്കും 1:30-ക്കും 2 മണിക്കും ഒക്കെ ഇറങ്ങി വന്ന് കുടുംബങ്ങളായി തന്നെ വന്ന് കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്ന് VS-നെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തിരിച്ച് നമ്മൾ കണ്ടതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിർദ്ദേശിച്ച ആളുകൾ വരുന്നതിന് അപ്പുറത്തേക്ക് സാധാരണക്കാരെ ആളുകൾ VS-നെ കാണാൻ എത്തുന്നു. ഇപ്പോഴും എന്റെ കൺമുന്നിൽ കുട്ടികളടക്കമുള്ള ആളുകൾ VS-നെ അന്തിമ ഉപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. അത് ഈ നിശ്ചയിച്ച സ്വീകരണ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, എവിടെയൊക്കെ ആളുകൾക്ക് നിൽക്കാൻ കഴിയുമോ അവിടെയൊക്കെ അവർ നിൽക്കുകയാണ്. ഒരു അർത്ഥ കേന്ദ്രങ്ങളിലേക്ക് ജനക്കൂട്ടം ആർത്തലച്ച് ഓടുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ഇനി ഒരു മടങ്ങി വരവ് VS ഉണ്ടാകില്ല. ഇനി ഒരു VS ഉണ്ടാവുകയുമില്ല. VS എന്നാൽ VS മാത്രം. VS-ന് പകരം VS മാത്രം. ഒരേ ഒരു VS ആണ്, VS അച്യുതാനന്ദൻ. ആ VS ആണ് കേരളത്തിൽ നിന്ന്, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അത് അപരിഹാര്യമായ നഷ്ടമാണെന്ന് ജനം തിരിച്ചറിയുന്നു. അത് CPM-ഓ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മാത്രമല്ല തിരിച്ചറിയുന്നത്. VS പകരം വയ്ക്കാനുള്ള നേതാവാണ്. അത്തരമൊരു നേതാവിനാണ് പകരം വയ്ക്കാനില്ല
നേതാവിനില്ലാത്ത യാത്രയപ്പ് ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനും ഒരു ജനസമൂഹവും നൽകാത്ത യാത്രയപ്പാണ് കേരളം കണ്ണീരോടുകൂടി കണ്ഠമെടുത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിയോടുകൂടി മുസ്ലിം യൂണിറ്റിലുള്ള അഭിവാദ്യങ്ങളോടുകൂടി VS എന്ന നേതാവിന് നൽകുന്നത്. ശ്രീജ, ശരിയാണ് അരുൺ. VS എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം VS എന്നും ചേർത്ത് വയ്ക്കപ്പെടുന്നത് അതൊക്കെ ഈ പറഞ്ഞ വാക്കുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിലുടനീളം ഇങ്ങനെ മനുഷ്യന്മാർ VSനെ കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, വാഹനത്തിന് മുന്നോട്ട് കടന്നു പോരാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നു. എന്നും VS അങ്ങനെയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് VS ജീവിച്ചത്. അത് ഒരു 94 വയസ്സുവരെയും അദ്ദേഹം ആ ജീവിതം തുടർന്നു എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അത്ഭുതകരമാണ്. പക്ഷേ VSന് അത് സാധ്യമായിരുന്നു. അത്രത്തോളം ചിട്ടയുള്ള ജീവിതം, ഉറച്ച് കൂടെ കൂട്ടിയ മൂല്യങ്ങൾ, അതെല്ലാം VSൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. ആ ജീവിത ശൈലിയാണ് അദ്ദേഹത്തെ എപ്പോഴും ഒരു പോരാളിയാക്കി തീർത്തത്. 90 വയസ്സിന് ശേഷവും അദ്ദേഹം ചെറുപ്പക്കാരെക്കാൾ ആവേശത്തോടെ വേദികളിലെത്തി. എത്രയെത്ര വേദികളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം എത്തുക എന്നതായിരുന്നു ഏതൊരു സ്ഥാനാർത്ഥിയുടെയും ആവശ്യം. അദ്ദേഹം ഇല്ലാതെ ഒരു പോസ്റ്റർ പോലും LDFൻ്റേതായി പുറത്തിറങ്ങിയിട്ടില്ല. എല്ലാ പോസ്റ്ററിലും VS ഉണ്ടായിരുന്നു. VS ചെന്നാലും ഇല്ലെങ്കിലും ആ പോസ്റ്ററിൽ VSൻ്റെ സാന്നിധ്യമില്ലാതെ ഒരൊറ്റ പോസ്റ്റർ പോലും ഉണ്ടായിരുന്നില്ല. പാർട്ടിക്കകത്ത് അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പോസ്റ്ററുകളിൽ പോലും VS ഉണ്ടായി ഒരു കാലത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 6 വർഷത്തോളം തീർത്ത നിശബ്ദതയിലായിരുന്ന ഒരു നേതാവിന് വേണ്ടിയാണ് ഈ മുദ്രാവാക്യം വിളികൾ ഉയരുന്നത് എന്നത് അതിലേറെ കൗതുകകരമാണ്. അതൊരു പക്ഷേ VSന് മാത്രം സാധ്യമായ ഒരു മാജിക്കായിരുന്നു. VS തന്നെ ഒരു മാജിക്കായിരുന്നു. ആ VSൻ്റെ ജനപ്രീതി ഓരോ തവണയും എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നത്, തളർച്ചകളിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 83 വയസ്സിൽ മാത്രമാണ് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. 67 അദ്ദേഹം ആദ്യമായി MLA ആയി നിയമസഭയിലെത്തിയതാണ്. പക്ഷേ 83-ാം വയസ്സിൽ 2006 മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അതുവരെയും പക്ഷേ അദ്ദേഹം ഏറ്റവും ജനകീയനായി തുടർന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി VS ഇരുന്നു. ഇന്നലെയൊക്കെ SFIയുടെ ഒരു സമരവേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ പലരും ഓർത്തു കണ്ടു. SFIയുടെ സമരപ്പന്തൽ പൊളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയ VS പിന്നീട് മടങ്ങിയത് ആ ദിവസത്തിന് ശേഷമാണ്. ആ ദിവസം അവർക്കൊപ്പം ആ സമരപ്പന്തലിൽ VS ഇരുന്നു. അതായിരുന്നു VS കൊടുത്ത ധൈര്യം. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് VSന് ബോധ്യപ്പെട്ടാൽ VS അവിടെ എത്തുമായിരുന്നു. അതെത്ര ചെറിയ പ്രശ്നമായാലും അത് VS ഏറ്റെടുക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങളൊക്കെ ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. വിടാതെ VS പിന്തുടർന്നിരുന്നു. അനീതികളെ, അബലകളായ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെയൊക്കെ അദ്ദേഹം വിടാതെ പിന്തുടർന്നു. അതിന് നിയമത്തിൻ്റെ കൂട്ടുതേടി. ആ നിയമ പോരാട്ടങ്ങൾ പോലും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.